2025 ബുധനാഴ്ച താങ്കൾ പ്രസിദ്ധീകരിച്ച പോസ്റ്റിൽ അക്ഷയ പുണ്യദിന ആയിരുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ പോസ്റ്റ് 17-ാം തീയതിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രസിദ്ധീകരിക്കാനായി എഴുതിയെങ്കിലും അത് ഡിലീറ്റ് ചെയ്തെന്നും പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ആ സംഭവം വേറൊന്നുമല്ല. നമ്മുടെ ഒരു ഫോളോ ചെയ്യുന്ന ഒരാൾ, പുള്ളിക്കാരന് ഗുരുവുണ്ട്. അപ്പോൾ ദീക്ഷ വാങ്ങിച്ച ആളാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങളും മകളുടെ കാര്യം നടക്കാതായപ്പോൾ എന്നെ ഫേസ്ബുക്കിലൂടെ കണ്ട് വിളിച്ചു, സംസാരിച്ചു. അങ്ങനെ ഇവിടെ വന്നു. പുള്ളിക്ക് കാണസർപ്പദോഷം ഉണ്ടായിരുന്നു. അപ്പോൾ കാണസർപ്പദോഷത്തിനുള്ള പരിഹാരം ചെയ്തു കൊടുത്തു. അപ്പം ആ ഒരു പ്രശ്നം മാറിക്കിട്ടി. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. അങ്ങനെയാണ് ആ ഒരു ബന്ധമുള്ളത്. അപ്പോൾ ഈ അഷ്ടമി രോഹിണി ദിവസത്തിന് മുമ്പ് പുള്ളിക്കാരൻ വിളിച്ചു, അഷ്ടമി രോഹിണിയെ കുറിച്ച് സംസാരിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഒരു പോസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് താങ്കൾ വിളിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് പോസ്റ്റ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വലിയൊരു സംഭവമാണ്, അക്ഷയ പുണ്യ ദിനം വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ കന്നി സംക്രാന്തിയും അതുപോലെ തന്നെ ഇന്ദിര ഏകാദശിയും ഒരുമിച്ച് വരുന്ന ദിവസമാണ്. അത് 28 വർഷത്തിലൊരിക്കൽ വരുന്നുണ്ടെങ്കിലും ഈ പർട്ടിക്കുലറായിട്ടുള്ള ഈ അക്ഷയ പുണ്യദിനം 84 വർഷത്തിന് ശേഷമാണ് വരുന്നത്. അതായത് 1941 ശേഷമാണ് വരുന്നത് എന്ന് പറഞ്ഞു. അത് അത്രയും പുണ്യമായിട്ടൊരു ദിവസമാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഈ പോസ്റ്റ് എഴുതുകയാണ്. കാരണം പരികർമ്മികളും മറ്റുള്ളവരെല്ലാവരും പറയാറുണ്ട്, എല്ലാ കാര്യങ്ങളും വരുമ്പോഴും ഒന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇടുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഴുതിയതാണ്. അപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ഞങ്ങൾ ഫോൺ ചെയ്തു, അത് കട്ട് ചെയ്തു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, തിരുമേനി, ഞാൻ എൻ്റെ ഗുരുവിനോട് ഈ കാര്യം പറഞ്ഞു. ഗുരുവിനോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരനെ ഫോളോ ചെയ്ത് ഒരു 33 ആൾക്കാർ, കറക്റ്റ് പറയണം 33 ആൾക്കാർ ദീക്ഷ എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പുണ്യ ദിവസത്തിലേക്ക് ദീക്ഷ കൊടുക്കാമെന്ന് പെട്ടെന്നൊരു തീരുമാനം എടുക്കുകയും പുള്ളിക്കാരൻ ഈ പറഞ്ഞ ദീക്ഷ എടുക്കാൻ വേണ്ടി നിൽക്കുന്നവരെല്ലാം വിളിച്ചു പറയുകയും ചെയ്തു. അപ്പോൾ ഇത് അദ്ദേഹം ഗുരുവിനോട് പറഞ്ഞപ്പോൾ ഇതെല്ലാം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ സംഭവിക്കുകയും പുള്ളിക്കാരൻ എന്നെ വിളിച്ച് പറയുകയാണ് ചെയ്തത്. അതായത് ഇതുപോലെ ദീക്ഷ കൊടുക്കുകയാണ്, ആ ദിവസം ഇത്രയും നല്ലൊരു പുണ്യ ദിവസമാണെന്ന് അറിഞ്ഞിട്ട് ആ ദിവസം ദീക്ഷ കൊടുക്കുകയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല അതിൻ്റെ പർട്ടിക്കുലറായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രൂപയാണ് ദീക്ഷ കൊടുക്കുന്നതിന് പുള്ളിക്കാരൻ വാങ്ങിക്കുന്ന ദക്ഷിണ. അപ്പോൾ അതിൽ പലർക്കും ഇതുപോലെ പൈസ അറേഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അല്ല, ഈ അക്ഷയ പുണ്യദിനമാണ്, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമായതുകൊണ്ട് ഇതിനപ്പുറം വേറെ ദിവസം കിട്ടാനില്ല ദീക്ഷ എടുക്കുന്നതിന്. നിങ്ങൾ എങ്ങനെയെങ്കിലും പൈസ അറേഞ്ച് ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി പുള്ളിക്കാരനും എന്തോ വിഷമം തോന്നി ഈ പറഞ്ഞത്, എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി, അയ്യോ, ഇത്രയും ഒരാളിങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഈ പോസ്റ്റ് ഇടുകയാണെങ്കിൽ എത്രയോ പേരുടെ കയ്യിലെത്തുകയും ആ പോസ്റ്റ് ഇതുപോലെ ഇന്ന ദിവസമാണെന്ന് പറഞ്ഞ് എന്തെല്ലാം കാട്ടിക്കൂട്ടുകയും ചെയ്യും. ഈ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജ വെച്ചെന്ന് വരാം, അതുപോലെ തന്നെ പല കാര്യങ്ങളും നടത്തേക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കാരണം ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് എഴുതുന്നത്, പക്ഷെ അത് മുതലെടുക്കുന്ന കുറേ ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അത് ഡിലീറ്റ്. പക്ഷേ പിന്നീട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഇത്രയും 33 പേരെ എടുപ്പിച്ചു അദ്ദേഹം. അക്ഷയദിനം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു എന്നോട്, ഇത്രയും പേർക്കും ദീക്ഷ കൊടുത്തു. പാവങ്ങൾ ഈ പറഞ്ഞ പോലെ പലതും വിറ്റും പെറുക്കിയൊക്കെ ആയിരിക്കും കൊണ്ട് കൊടുത്തിരിക്കുക. എനിവേ, അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഈ ഒരു സംഭവം കാരണമാണ് ഞാൻ ആ പോസ്റ്റ് ഇടാതിരുന്നത്, ഡിലീറ്റ് ചെയ്തത്. പിന്നെ ആ ദിവസം ഇടാമെന്ന് വിചാരിച്ചു, അങ്ങനെയാണ് ഇട്ടത്.